ഫോട്ടോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കശ്മീർ എന്ന് പറയുമ്പോൾ തന്നെ മഞ്ഞ്, അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പുകളും പിന്നെ ആപ്പിളും ആണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. അതുപോലെ തന്നെ ഇവിടെയുള്ള അതിമനോഹരമായ സ്വഭാവമുള്ള ആളുകളെയും നമ്മുടെ മനസ്സിലേക്ക് വരും. അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. എന്നാൽ ചെറി എന്ന് പറഞ്ഞ ഫ്രൂട്ടും ഇവിടുത്തെ വളരെ മെയിനായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഇത് ജൂൺ മാസമാണ്, ഏകദേശം മിഡ് ജൂൺ ആയിട്ടുണ്ട്. ചെറിയുടെ പീക്ക് സീസണാണ്. ഈ ഒരു സമയത്ത് ഞാൻ ബൈക്ക് എടുത്തിട്ട് ഏത് റോഡിലും ഇങ്ങനെ കയറി പോകുമ്പോഴൊക്കെ ആൾക്കാർ ചെറി പറിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചെറി, ആ ഒരു ചെറി പറിക്കലിൻ്റെ, ആ ഒരു ചെറി ഹാർവെസ്റ്റിങ്ങിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ ആ ഒരു ചെറി പറിക്കലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യലൊക്കെ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇന്നത്തെ ഫോട്ടോ വ്ളോഗിലൂടെ. അപ്പം ഞാനിപ്പോൾ നമ്മുടെ തൻവീർ ഭായിൻ്റെ പരിചയത്തിലുള്ളൊരു തോട്ടമുണ്ട്. തൻവീർ ഭായിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ടൺമാർഗിൽ നിന്നുള്ള മുമ്പത്തെ ഒരു വ്ളോഗിൽ മൂപ്പർ അപ്പിയർ ചെയ്തിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാറ്റം കയറിയിട്ട് ആ ഒരു തോട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ തോട്ടത്തിലെത്തി. ഇതൊക്കെ ചെറിയ മരങ്ങളാണ്. ഇവിടുന്ന് നുഴഞ്ഞു കയറണം നമ്മൾ. യെസ്, അപ്പോൾ ഇതൊക്കെ നല്ല പാകമായ ചെറികളാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് ചെറി പറക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി കാണാം എന്തൊക്കെയാണ് പരിപാടികൾ. നമുക്ക് കുറച്ച് ചെറി ഇവിടുന്ന് എൻജോയും ചെയ്യാം. कैसा है भाई साहब, क्या है आपका नाम? മൂസിൻ അഹമ്മദ്. ഓക്കെ, അപ്പോൾ നമ്മളെ മൂസിൻ അഹമ്മദാണ് ഇവിടെ ഇത്തിരി പോകുന്ന മരത്തിൻ്റെ മുകളിൽ നിന്നൊരു ചെറി പറിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ളൊരു കാഴ്ചയാണിത്. അപ്പോൾ ഇവിടെ ഈ ഒരു കൊട്ടയിൽ ചെറി ഇങ്ങനെ അൽപ്പിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കൊട്ട പറിച്ചിട്ട് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല കളറിലൊന്നും എടുത്ത് തിന്നട്ടെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇഷ്ടം പോലെ എവിടുന്ന് വേണമെങ്കിലും ചെറി എടുത്ത് തിന്നാനുള്ള പെർമിഷൻ ഉണ്ട് ഈ ഒരു തോട്ടത്തിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ ഇത്ര ധൈര്യമായിട്ട് വരുന്ന വഴിക്കുന്നൊക്കെ ഓരോ ചെറി പറിച്ച് തിന്നതും പിന്നെ ഇതിന്ന് ഞാൻ തിന്നട്ടെ. ജബർദസ്ത്. ഇത് നമ്മൾ തൻവീറേ ബോക്സ് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലേ. അപ്പോൾ ഏതായാലും ഞാൻ മരത്തിൽ കയറി ചെറി പറിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ പറിക്കണം. കളറ് ഇത് മറ്റൊരു ചെറിമരമാണ്. ഇതിൽ നല്ല ചുവന്ന് കൊടുത്തതാ. ഇതിന്ന് പറിച്ച ചെറികളാണ് ഈ കാണുന്നത്. ഇത് എടുത്ത് നിന്നിട്ട് ഞാൻ ഇതും തമ്മിൽ കളറിന്റെ വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ടേസ്റ്റ് സെയിം തന്നെയാണ്. സ്വീറ്റ്നെസ് ഇത് വേറെ വെറൈറ്റി ആണോ? സെയിം ടേസ്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പം കളറുള്ളത് വേറൊരു വെറൈറ്റി ഓഫ് ചെറിയാന്ന് പറഞ്ഞത്. ടേസ്റ്റൊക്കെ ഇതിന് കുറച്ചൊരു കയ്പ്പ് പറയുന്നുണ്ട് അല്ലേ. ഇത് മധുരം നല്ല മധുരം, അത് കൂടുതൽ മധുരം. ഇത് മധുരമില്ലാത്ത പുളി. അപ്പം അത് പുളി മധുരം, ഇത് മധുരം. പക്ഷെ എനിക്കിപ്പോൾ കഴിക്കുമ്പോൾ ഒക്കെ ഒരേപോലെയാണ് തോന്നുന്നത്. നമ്മൾ ചെറി നിന്ന് നാവ കടിച്ചു പോയി തോന്നുന്നത്. അപ്പം ഞാനും കുറച്ച് ചെറി പറിക്കാൻ പോവുകയാണ്. എങ്ങനെയാ പറിക്കേണ്ടത്? ഇവിടെ അല്ലേ, മുകളിലല്ലേ? ഓക്കെ, നീ മുകളിലേക്ക് ഓക്കെ. അപ്പോൾ ചെറി പറിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ഞെട്ടില്ലേ, ഈ ഞെട്ടിൻ്റെ ഈ ഒരു ഭാഗം മുകളിൽ ഇവിടെ ഇങ്ങനെ പൊട്ടിക്കണം. അപ്പം ഈ ഞെട്ടോട് കൂടിയാണ് പറിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ ഈച്ചയൊക്കെ വന്നിരുന്നിട്ട് മുട്ടിട്ട് ഉള്ളിൽ പുഴു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞെട്ടോട് കൂടി പറിക്കുന്നത്. അപ്പോൾ ഇതൊരു ഞാൻ ഞെട്ട് പറിച്ചത് ഞാൻ തിന്നാൻ പോവാ. भाई मेरे को दे दो, मैं करेगा. ठीक, थैंक यू. This one. Okay. You take this one. This one. Yeah. He can speak. തൻവീറേ, എടുത്ത് എത്ര രൂപയ്ക്കാ മാർക്കറ്റിൽ കൊടുക്കുക? This one is good. Hello. हाँ, don't call me sir. Bye बोलो, bye. ആഷിഖ് ഭായ്, ആഷിഖ് ഭായ്. ഇതിന്റെ മുകളിൽ കയറിക്കോ. ഈ ഒരു സാധനം പറിക്ക്. ഓക്കെ,
ഇത് സ്ട്രോങ് ആണോ? പൊട്ടുവോ? സ്ട്രോങ് ആണ്, സ്ട്രോങ്. ഓക്കെ. ഇല കുടുങ്ങിയ പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല. ഇവിടൊക്കെ നല്ല ചെറികളുണ്ട്. അടിപൊളി രസമുള്ള പരിപാടിയാട്ടത് ഇങ്ങനെ പറിക്കാന്നുള്ളത്. ഇങ്ങനെ പറിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഓരോന്ന് നമ്മുടെ തൊള്ളയിലേക്ക് ഇങ്ങനെ പോവും വിത്ത് പെർമിഷൻ. കാണാനൊരു പച്ച ലുക്കാണ്. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എന്താ സ്ഥിതി. നല്ല പുളിയാണ്. അപ്പം അങ്ങനെ ഏറെ നേരത്തെ ചെറി പറിക്കലിന് ശേഷം നമ്മുടെ കോൺട്രിബ്യൂഷനാണ് ഇതിലേക്ക്. ഓക്കെ, അതിൽ ഞാൻ തളർന്നിട്ടോ പരിചയമില്ലാത്ത ജോലി ചെയ്തിട്ട്. തൻവീറേ, എനിക്ക് നാട്ടിലേക്ക് ഒരു 5-8 വെട്ടി ചെറി കിട്ടണം. എവിടുന്നാണ് കിട്ടുക? എൻ്റെ തോട്ടം നിന്ന് പറിക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും നാട്ടിലേക്ക് നമ്മൾ ഇവിടുന്ന് സ്വന്തമായിട്ട് പറിച്ച ചെറി ബോക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. ഒരു 8 വെട്ടി 10 വെട്ടി എൻ്റെ അടുത്ത് കളയാ. ഇനിയിപ്പോൾ ആർക്കും കിട്ടാതെ ആവണ്ട. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ആപ്പിൾ സീസണിൽ മണാലിയിൽ നിന്ന് ആപ്പിൾ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഞാൻ എൻ്റെ പെങ്ങളെ വീട്ടിലും പിന്നെ കുറച്ച് നമ്മുടെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ കൊടുത്തിരുന്നു. അപ്പം അന്ന് നമ്മുടെ ചില ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പരാതി ഉണ്ടായിരുന്നു, ഓർക്ക് കിട്ടിയില്ല, തീർന്നു പോയി പെട്ടെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലെ കാൽക്കുലേഷൻ ഒരു 8 വെട്ടിയാണ്. അപ്പോൾ ഒരു തികയാതിരിക്കാൻ വേണ്ടി ഒരു 10 വെട്ടി ചെറിയ തന്നെ നമ്മൾ കൊണ്ടുപോകും. തൻവീർ, ഈ മരത്തിൻ്റെ പേരെന്തായിരുന്നു? ചിനാർ. ഓക്കെ. അപ്പോൾ ഇത് നമ്മളുടെ ചിനാർ മരത്തിൻ്റെ ഇല കേട്ടോ. ചിനാർ എന്ന് പറഞ്ഞാൽ കശ്മീരിലെ ഒരു ഐക്കോണിക് സാധനമാണ്. നമ്മൾ കശ്മീരിൻ്റെ ഫോൾ സീസൺ, ആ ഇല കൊഴിയുന്ന സീസൺ ഉണ്ടല്ലോ, ആ സമയത്തെ ഒരുപാട് ഇലകളൊക്കെ ഇങ്ങനെ ഓറഞ്ച് കളറിലും മഞ്ഞ കളറിലും വീണ് നടക്കുന്ന ഫോട്ടോകളൊക്കെ നിങ്ങളെല്ലാവരും എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ഫോട്ടോകൾ അലങ്കരിക്കുന്ന ആ ഒരു ഓറഞ്ചും മഞ്ഞയും നിറത്തിൽ വീഴുന്ന ആ ഒരു ഇലയാണ് ഇത്. അപ്പോൾ നമ്മൾ തൻവീർ ഭായിൻ്റെ തോട്ടത്തിലെത്തിയിട്ടുണ്ട് ഇല്ലേ തൻവീർ? അതന്നെ അല്ല എൻ്റെ തോട്ടം. അപ്പോൾ അവിടെ കുറേ ചെറി പറിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെറി ഇവിടെ പറിച്ച ചെറി പാക്കാക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഈ ഒരു ഇങ്ങനെ പറിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പാക്കാക്കുന്നത് ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കിയിട്ടാണ് പാക്ക് ചെയ്യുന്നവർ. അതുകൊണ്ടാണ് ഒരാളല്ല ഈ മുതിർന്നവർ മാത്രം ആ ഒരു ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ടങ്മാർക്ക് വീഡിയോയിൽ ഇതാ നമ്മൾ ഫോട്ടോ കൊടുത്ത ഉസ്മാനാണ് നിന്ന് ചെറിയ നിന്ന്. ഉസ്മാൻ, സുഖമല്ല അവിടെ? അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ചെന്നിത്തലേൻ്റെ ന്യൂസൊക്കെ കണ്ട ആളാട്ടോ. അതാണ് एक बॉक्स मेरे को टेप लगाओ. ഞാൻ തന്നെ टेप किधर है? बाद में नहीं, नीचे टेप नहीं, बाद में. അപ്പോൾ ഇത് ഓരോ ഏജന്റുമാരാണിത് ഈ ഒരു സാധനം ഒന്നായിട്ട് ലേലത്തിന് മേടിക്കല്ലേ ചെയ്യല്ലേ? കരാർ കോൺട്രാക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഓരോ ഏജന്റുമാർ ഓരോ തോട്ടം കോൺട്രാക്റ്റിന് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവരുടെ ബ്രാൻഡ് നെയിം ഉള്ള പെട്ടി ഇവർക്ക് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഒരു പറിച്ചിട്ട് ആ ഒരു പെട്ടിയിൽ ഇത് പാക്ക് ചെയ്യുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള പുഴുക്കുത്തില്ലാത്ത അതുപോലെ തന്നെ ഈ ഞെട്ടുള്ള ഇത് നോക്കിയിട്ടാണ് ഇതിൽ പാക്ക് ചെയ്യുന്നത്. അല്ലേ തൻവീർ? അങ്ങനല്ലേ? ശരിയാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞുണ്ടോ? മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ. പവിഴമല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. ഫിറ്റാക്കണ്ട, അത് ഇനിയും പോവല്ലോ. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത ചെറിയാണിത്.
പ്രൗഡ് ബോക്സ്. നമ്മൾ ഈ കാണുന്നത് ഈ മരം ഇത് പ്ലംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സീസണല്ല, ഇങ്ങനെ ആയി വരുന്ന പച്ചയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഈ നടന്നു പോകുന്നൊക്കെ ഓരോ തോട്ടങ്ങളാണ് കേട്ടോ. ഇത് നെല്ലിൻ്റെ കൃഷിയാണ്. നമ്മളെ കേരളക്കാർക്ക് നെല്ലിൻ്റെ കൃഷി ഭയങ്കരമായ ഒരു കാഴ്ച ആയിരിക്കില്ല, പക്ഷേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടിപൊളി കാഴ്ചകളാണ്. ക്യാ പേടെ അപ്രിക്കോട്ട് പിയർ. ഇത് പിയറിൻ്റെ മരമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്നത് ഫുൾ ആപ്പിളിൻ്റെ മരങ്ങളാണ്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ചെറിയ കളർ ചേഞ്ചുള്ള മരങ്ങൾ എന്ന് പറയുന്നത് ചെറിയുടെ മരങ്ങളാണ്. അതുപോലെ തന്നെ പ്ലംസ് ഉണ്ട്. 2 പിയറാണ്. ചെറുതുണ്ടാവും, വലുതുണ്ടാവും, നീളത്തിണ്ടാവും. ഓക്കെ, നീളത്തിന് കണ്ടല്ലേ അപ്പോൾ ഞാൻ കാണിച്ചില്ല. ഇത് ചെറുതുണ്ടാവും, നല്ല വെള്ളമുള്ള പിയർ. ഓക്കെ, ഇതൊക്കെ ഓരോ വെറൈറ്റി ഓഫ് പിയർ ആണ്. ഇത് ചെറുത് പക്ഷേ വെള്ളം കൂടിയ പിയർ അല്ലേ. അപ്പം അങ്ങനെ എന്തൊക്കെയോ അടിപൊളി മരങ്ങളാണ്. എൻ്റെ മോനെ കേരളത്തിൽ കാണാത്ത പല കാഴ്ചകൾ. ഇതെന്താ സാധനം? ഓക്കെ, ഇതും പിയർ. ഓക്കെ, ഇത് കേടാണ്, പുഴുണ്ടോ. ഇതാണ് നമ്മൾ ഞെട്ടിൻ്റെ അവിടെ ഓട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാം. एक मेरे को ओके. क्या है आपका नाम? ഇൻഷ. അച്ഛാ, ഇൻഷ വളരെ കെയർഫുള്ളായിട്ടാണ് ഇത് പാക്ക് ചെയ്യുന്നത്. ഓരോ ചെറിയും വളരെ സൂക്ഷിച്ച് നോക്കിയിട്ട് മാറ്റി വെച്ചിട്ടൊക്കെയാണ് ഇൻഷ പാക്ക് ചെയ്യുന്നത്. വെൽ പാക്കിംഗ് ഇൻഷ, വെൽ പാക്കിംഗ്. 10 बॉक्स भाई साहब, 10 बॉक्स. अच्छा पैक करो मेरे को केरला जाने के लिए. केरला मेरा दीदी को सबको सजा के रखेंगे आप. हाँ, सजा के. नीचे जाओ. ഞാനോ? എടാ ഞാൻ വേറെ അതിന്റെ എക്സ്പേർട്ട് ഇവര് ചെയ്തോട്ടെ. നല്ല नहीं नहीं हमको വിശ്വാസമാണെന്ന് പറയും. ഇങ്ങനെ പറയാം. എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത വീടാണ്. ओके, नहीं मैं दिखा अच्छा पैक कर रहे. इंशा अच्छा पैक कर रहे. इंशा 10 बॉक्स मेरे को स्पेशल पैक. ठीक करेंगे आप. हाँ ठीक ठीक ठीक. ओके ओके ओके. അപ്പോൾ अगर आप यहाँ पर रहोगे तो कोई गम नहीं. कोई बात नहीं, आप पैक करो. അപ്പോൾ നമ്മുടെ 10 ബോക്സ് പാക്ക് ചെയ്യുന്ന ഇൻഷയാണ്. ഇതുപോലെ നല്ല ഓർഡറിലാക്കിയിട്ട് ഇൻഷ വെക്കുന്നുണ്ട്. അടിപൊളി അടിപൊളി. इधर देखिए, इसमें देखिए तोड़ाऊ. പിന്നതാ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ചെറിയാണിത്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ പറിക്കാനും വിൽക്കാനൊന്നും പറ്റില്ല, കാരണം ഇത് പെട്ടെന്ന് കേടുന്നു പോകും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാൻ കണ്ടോ, നല്ല ചുവപ്പ് കളറാണ്, ചോര കളറാണ്, ഭയങ്കര ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട്. ഇത് മാർക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും, പക്ഷെ ഇതിന് വില കുറവാണ്. കാരണം നമ്മളൊരു ബോക്സ് മേടിച്ചാൽ അതിൽ കാരണം നമ്മൾ ഇവിടുന്ന് ഒരു ബോക്സ് മേടിച്ചു കഴിഞ്ഞാലും അതിൽ പകുതിയും കേടായിരിക്കും. ഈ കാശ്മീർ വന്നിട്ട് എല്ലാം പോയിട്ടുണ്ട്. പകുതി എൻ്റെ കൂടെ അല്ല നടക്കണ എൻ്റെ തൻവീറ. ഈ മലയാളം പറയില്ല, കാശ്മീരും പറയില്ല. അതിപ്പോൾ എനിക്ക് രണ്ടും ഇല്ലാണ്ടായി പോയി. അപ്പോൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ഹെവി ടേസ്റ്റാണ്, പക്ഷേ മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കണം. മേടിച്ച് കഴിക്കുമ്പോൾ താങ്ക് യു ആകാശ്, മേടിച്ച് കഴിക്കുമ്പോൾ പകുതിയും കേടായിരിക്കും. നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 10 ബോക്സ് അവിടുത്തെ ഒരാളോട് ഓർഡർ ചെയ്തപ്പോൾ അയാൾ ഇതാ എനിക്ക് ഗിഫ്റ്റായിട്ട് ഒരു ചെറിയ പെട്ടി പാക്ക് ചെയ്ത് തന്നാണ് ഇവിടെ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ കണ്ട ഈ ചെറിയുടെ ഡിഫറെൻറ്റ് വെറൈറ്റികളെ പറ്റിയെന്ന് പറഞ്ഞോണ്ടാ. നമ്മളിപ്പോൾ 3 വെറൈറ്റി കണ്ടിട്ടുണ്ട്. ഒന്നാമത് ആ കറുപ്പം, കറുപ്പ് കളർ, അതിന്റെ പേര് മഹ്മൽ. അതാണ് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ളത്, പക്ഷെ പെട്ടെന്ന് കേടുവന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ആരും അത് കൃഷി ചെയ്യാത്തത്. മാർക്കറ്റിൽ അങ്ങനെ കിട്ടൂല, കിട്ടുകയാണെങ്കിൽ തന്നെ വിലയും കുറവായിരിക്കും, കേടായതുകൊണ്ട് അല്ലേ. ഗോട്ട് ഇറ്റ്. അപ്പൊ അടുത്ത വെറൈറ്റി സെക്കൻഡ് ഡബിൾ ആണ് നമ്മളിപ്പോ വരുന്ന വഴിക്കൊക്കെ പറിച്ചുന്നത്. ഓക്കെ, അതിന്റെ വില കൂടുതലുണ്ടാവും. ഓക്കെ, എല്ലാ സ്ഥലത്തും അതിന്റെ വില കൂടുതലുണ്ടാവും. അത് കുറച്ച് ചെറിയ വലിയ സൈസ് ഉണ്ടാവും. സ്വീറ്റും ആയിരിക്കും, നല്ല സ്വീറ്റും പുളി ഉണ്ടാവും. മൂന്നാമത്തെയാണ് മിശ്രീന്റെ മരമാണിത്. നമ്മളിപ്പോ ലാസ്റ്റ് ആയിട്ട് പറിച്ചത് ഈ സാധനം. ഇതെല്ലാം സ്ട്രോങ് ആണല്ലോ അല്ലേ? സ്ട്രോങ് ആണ്, പിന്നെ മധുരം ഉണ്ടാവും. മധുരമുണ്ട്, അതെ. ഇതിന് പുളി കുറവാണ്. പുളി ഉണ്ട്, ചെറിയ പുളിയുള്ളൂ. പഴുക്കുമ്പോൾ പുളി ഉണ്ടാവില്ല.
ഇതെങ്ങോട്ടാണത്? മേരേക്കോ നെഹി ഞാപ്പോ ഇത് നമ്മള് ഫുൾ ചെറിയാണിപ്പോ. ഇവരിങ്ങനെ സ്നേഹിച്ചാ ഞാൻ എന്താണ് ചെയ്യാ? നിങ്ങൾ തന്നെ പറയും. ചെറിയുടെ വീണ് നമ്മളിവിടെ വന്നു, ചെറി പറിച്ചു, ഇതിലേക്ക് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തു. നമ്മളിതാ ഒരു പെട്ടി ബോക്സ് ആക്കി ഈ സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. അത് പോരെ മച്ചാനെ. അപ്പോൾ മറ്റേതെങ്കിലും ഒരു അടിപൊളി വീഡിയോയിൽ നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ആഷിഖ് അസീം സൈനിങ് ഔട്ട്. നിങ്ങൾക്ക് ഈ രണ്ട് ചെറിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇത് ഡബിൾ എന്ന് പറഞ്ഞാൽ നോർമൽ ചെറിയാണ്. അപ്പോൾ ഇതിതാ പൊളിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാവുക? ഫോക്കസ് വന്നോ? ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമ്മളെ മഖ്മൂൽ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ചെറി. ഇത് മാർക്കറ്റിൽ കിട്ടില്ല, കാരണം ഇത് പെട്ടെന്ന് കേടുവന്നുകൊണ്ട് ഇതിന് മാർക്കറ്റ് വാല്യൂ ഇല്ല. പക്ഷേ ഇതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചെറി. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇതാ ഫോക്കസിൽ വന്നോ? ഇത് പൊളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? ആകെ കളറിൻ്റെ ഒരു കളിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. മിശ്രി ഇത് മിശ്രി. ഇത് മുഴുവനാളാ, ഇത് കേടാ പഹ, നോട്ടുണ്ട്. വേറെ ചെറിയ നാളൊന്നും ആവില്ല. മഹ്മൽ എന്ന് പറഞ്ഞാൽ കളറുള്ള ടേസ്റ്റി ചെറിയെന്ന് കഴിഞ്ഞാൽ നാവൊക്കെ കളറ് മാറും. നമ്മൾ ഈ കാണുന്നത് ഈ മരം, ഇത് പ്ലംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സീസണല്ല, ഇങ്ങനെ ആയി വരുന്ന പച്ചയാണ് ഇതൊക്കെ. ഇതിന് എത്ര മാസം കഴിയും തൻവീറ ആവാൻ? 10 ദിവസം കൊണ്ട് ഇത് 10 ദിവസം കൊണ്ട് റെഡി ആവൂലേ? പക്ഷേ എനിക്കാണെങ്കിൽ ഇവിടെ 10 ദിവസം നിൽക്കാനുള്ള ഗ്യാപ്പില്ല. ഞാൻ അടുത്ത ആഴ്ച തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഓരോ പോയി പച്ച പുളി ഉണ്ടാവും. ഇത് നല്ല പുളി ഉണ്ടാവും. അതിനോടെ പറിച്ച് നീ ഒന്ന് നോക്ക്. പുളി മോനെ ഭയങ്കര പുളിയല്ലേ? പുളിയും കയ്പും. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വന്നു, ഈ ഒരു കാഴ്ചകളെ കണ്ടു, ചെറി പറിച്ച് ഇതിലേക്ക് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തു. നമ്മളിത് ആ ഒരു പെട്ടി ബോക്സ് ആക്കി. ഇത്രയും പോരെ മച്ചാൻ. എടാ എന്തിനാ ഡയലോഗ്? അത് പോരൻ്റെ അളിയാണ്. ഓക്കെ.